ഹായ് ഫ്രണ്ട്സ്, ഞാനെന്ന് പറയുമ്പോൾ നമ്മുടെ ജിൻഡപ്പനെ കുറിച്ചാണ്. ജിൻഡപ്പനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. അവിടെയുള്ളവർ എത്ര പേര് ജിൻഡപ്പനെ വെറുക്കുന്നോ അതിൽ കൂടുതൽ ആൾക്കാർ ജിൻഡപ്പനെ പുറത്ത് സ്നേഹിക്കാൻ ഞാൻ ഉൾപ്പെടെ ഉള്ള പ്രേക്ഷകരുണ്ട്. അതുകൊണ്ട് ജിൻഡപ്പൻ അവിടെ നിൽക്കുന്നത് വെറുതെയല്ല, ജിൻഡപ്പൻ അവിടെ നിൽക്കുന്നത് ഒറ്റയ്ക്കുമല്ല. അത് അവിടെയുള്ള മത്സരാർത്ഥികൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ജാസ്മിൻ, നന്ദന, നോറ, സിജോ, അർജുൻ എങ്കിൽ മാത്രമേ ഉള്ളൂ ഇവർക്കും അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. എന്താണെന്നല്ലേ, ജിൻഡപ്പനെ അവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തണം. നമ്മളെല്ലാം കാണുന്ന ഒരു കാര്യമാണ്. ജിൻഡപ്പനെ എല്ലാവരും ഒറ്റപ്പെടുത്തുക. ജിൻഡപ്പൻ എന്ത് പറഞ്ഞാലും അവിടെ കുറ്റമാണ്. ജിൻഡപ്പൻ ചുമ്മാ നടന്ന കുറ്റം. മറ്റുള്ളവർ കാണിക്കുന്ന തെറ്റും ജിൻഡപ്പൻ്റെ തലയിലാണ് ഇവർ വലിച്ചഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അവിടെ ജിൻഡപ്പനെ വെറുത്തു, പക്ഷേ പുറത്ത് ഞങ്ങൾ സ്നേഹിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ജിൻഡപ്പനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ജിൻഡപ്പൻ അവിടെ എന്തൊക്കെയോ വലിയ സംഭവം, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, ബിഗ് ബോസിന് പറ്റിയതല്ല, ജയിച്ചു തന്നെ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെയാണ് അവിടെയുള്ളവർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗെയിം അത്ര അല്ല, സ്ത്രീകളോട് അത്ര ഭയങ്കര മോശമായിട്ട് സംസാരിക്കുക, അതിൽ കൂടുതൽ സ്ത്രീകളോട് മോശമായി സംസാരിക്കുക എത്രയോ പേരുണ്ട് അവിടെ. ഇവരുടെ ഒന്നും പേരില്ല ഒരു കുഴപ്പമില്ല. ജിൻഡപ്പനെയാണ് എല്ലാവരും ടാർഗറ്റ്. ഇവർക്ക് ഭയങ്കര സപ്പോർട്ടുണ്ട്. ഇവർ പറയുന്നതല്ല ഇവർക്ക് ഭയങ്കര പിന്തുണയാണ്. ഇവർ പറയുന്നതല്ല ശരിയാണ്. ഈ അപ്സരയെ പോലുള്ളവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ജിൻഡപ്പൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തമാശയായിരിക്കും പറയുന്നത്, അത് അപ്പുറേ പോയി വേറെ കൊടുത്തി അവിടെ പ്രശ്നം ഉണ്ടാക്കുക. അതുപോലെ നോറ മനസ്സിൽ വൈരാഗ്യം വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. പിന്നെ ജാസ്മിൻ, ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ജിൻഡപ്പനെ ഇതുപോലെ വെറുക്കുന്നത്? ജിൻഡപ്പൻ എത്രമാത്രം ഇവരെ കുറ്റം വല്ലതും ചെയ്തു? അദ്ദേഹം അവിടെ ഗെയിം കളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ രീതി അദ്ദേഹം ഗെയിം കളിക്കുന്നു. ഇവരെപ്പോലെ അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയത്തില്ലാത്തതാണ് ഇവർക്ക് പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാൻ അറിയുന്നവരുടെ അടുത്താണ് ഇവർക്ക് അങ്ങനെ ചെന്ന് ബഹളം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. ഇദ്ദേഹം സംസാരിക്കാൻ അധികം അറിയത്തില്ല, അദ്ദേഹം മനസ്സിൽ ഓർക്കുന്നതല്ല പുറത്ത് പറയുന്നത്. ഇവരെപ്പോലെ ഒച്ചപ്പാടൊക്കെ ഒരുപാട് സംസാരിക്കാനും ദേഷ്യപ്പെടാനും അദ്ദേഹത്തിന് അറിയത്തില്ല. അതായിരിക്കും ഇവരെല്ലാവരും കൂടെ അദ്ദേഹത്തിൻ്റെ നേരെ ഇങ്ങനെ ചെയ്തത്. കുറച്ച് പേര് മാത്രം ഉണ്ടായിരിക്കും, ബാക്കി എല്ലാവരും ജിൻഡപ്പൻ എന്ത് പറഞ്ഞാലും അത് കുറ്റാണ്. അതുപോലെ നന്ദന, ഈ കുട്ടി എന്ത് കണ്ടിട്ടാണ് ഇതുപോലെ കിടന്ന് തിളയ്ക്കുന്നത് എനിക്കറിയത്തില്ല. എവിടെ വെച്ച് കണ്ടാലും നന്ദപ്പനെ താക്കി കെട്ടാനുള്ളതെന്ന് തരം താഴ്ത്താൻ. അപ്പം ജിൻഡപ്പനെ സ്നേഹിക്കുന്നവരെല്ലാം ജിൻഡപ്പനെ വോട്ട് ചെയ്യുക. അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.